ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്ലൗസിൽ നിന്നും അളവെടുത്ത് ബ്ലൗസ് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ബ്ലൗസിൽ നിന്നും അളവെടുക്കുന്ന ഈസി മെത്തഡാണ് ഇന്ന് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി വേറൊരു ബ്ലൗസിൽ നിന്നും അളവെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ടി നമ്മൾ അളവിന് എടുത്ത ബ്ലൗസ് ഹുക്സൊക്കെ ഇട്ട് നല്ല രീതിയിൽ നിവർത്തി വെക്കുക. എന്നിട്ട് ഷോൾഡറിൽ നിന്നും താഴേക്ക് ലെങ്ത്ത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ബ്ലൗസിൽ നിന്നും 15 ഇഞ്ചാണ് ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് ഒരു ഷീറ്റിൽ എഴുതി വെക്കാം. അടുത്തതായി അളവെടുക്കേണ്ടത് ഷോൾഡറിലാണ്. അപ്പോൾ ഷോൾഡർ അളവെടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നും അളവെടുക്കരുത്. കാരണം ഇതുപോലെ വലിച്ചാൽ ഇങ്ങനെ വിടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്നും ടേപ്പ് പിടിച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ അളവെടുക്കുക. അപ്പോൾ ഒന്ന് വലിച്ച് പിടിച്ചാൽ 12ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിലേക്ക് 1/2 ഇഞ്ച് ആഡ് ചെയ്ത് വേണം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അടയാളപ്പെടുത്താൻ. ഇനി സ്ലീവാണ് അളവെടുക്കേണ്ടത്. അതിനുവേണ്ടി സ്ലീവ് നിവർത്തി വെച്ച് ഷോൾഡറിലുള്ള അറ്റാച്ച് ചെയ്ത ഭാഗത്ത് നിന്ന് ടേപ്പ് പിടിച്ച് ലെങ്ത്ത് നോക്കുക. ഈ ഒരു ബ്ലൗസിൻ്റെ ലെങ്ത്ത് 8 ആണ്. അപ്പോൾ നമുക്ക് അത് എഴുതി വെക്കാം. അതുപോലെ ആം ഹോള് ഇതുപോലെ നിവർത്തി വെച്ച് ഈ ഒരു ഭാഗത്ത് ടേപ്പ് വെച്ച് കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ഇതുപോലെ ടേപ്പ് പിടിക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയത് 8.5. അതുപോലെ സ്ലീവിൻ്റെ ബോട്ടം ഭാഗത്ത് എത്രയാണെന്ന് നോക്കാം. ഈ ഒരു കറക്റ്റ് അളവിലാണ് നമുക്ക് ഈ ഒരു ബ്ലൗസ് വേണ്ടത്. അപ്പം ഈ കറക്റ്റ് അളവ് തന്നെ എഴുതി വെക്കുക. ഇനി അടുത്തതായി അളവെടുക്കാൻ പോകുന്നത് ചെസ്റ്റിൻ്റെ അളവാണ്. അതിനുവേണ്ടി നല്ല രീതിയിൽ ആ സ്റ്റിച്ചൊക്കെ നല്ല ഇതുപോലെ നിവർത്തി വലിച്ചു പിടിക്കുക. എന്നിട്ട് ഒരു കൈക്കുഴിയുടെ ഭാഗത്ത് നിന്നും അടുത്ത കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ടേപ്പ് പിടിച്ച് നോക്കുക. അപ്പോൾ 21ആണ് ഈ ഒരു ബ്ലൗസിൻ്റെ വിഡ്ത്ത്, ചെസ്റ്റ് വിഡ്ത്ത്. അതുപോലെ വേസ്റ്റ് വിഡ്ത്ത് ഇതുപോലെ പിടിച്ച് 16.5 കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി അടുത്തതായി പോയിൻ്റ് നോക്കാം. കണ്ടല്ലോ, ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്നും പോയിൻ്റ് എത്രയാണ് വന്നതെന്ന് നോക്കാം. ഈ ബ്ലൗസിന് 9ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് കൂട്ടി വേണം പോയിൻ്റ് അടയാളപ്പെടുത്താൻ. ഇനി അതിനുശേഷം നെക്ക് ലെങ്ത്ത് നോക്കുക. കണ്ടല്ലോ, ഇതുപോലെ ഷോൾഡറിൽ നിന്നും പിടിച്ച് നെക്ക് ലെങ്ത്ത് നോക്കുക. 6ആണ് ഈ ഫ്രണ്ട് നെക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1/2 ഇഞ്ച് ആഡ് ചെയ്ത് വേണം കട്ട് ചെയ്യാൻ. അതുപോലെ ബാക്ക് ലെങ്ത്ത് നോക്കുക. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിലേക്ക് 1/2 ഇഞ്ച് ആഡ് ചെയ്ത് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഇതുവരെ നമ്മൾ അളവെടുത്ത എല്ലാ ഭാഗവും ഒരു പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അളവ് നോക്കേണ്ടത് ഈ ഒരു കട്ടിങ്ങിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. ഈ ഒരു ഭാഗത്ത് ടേപ്പ് പിടിച്ച് ഇതുപോലെ നോക്കുക. അപ്പം ാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഈ ഭാഗത്ത് 2.5 കിട്ടി. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യുമ്പോൾ അടയാളപ്പെടുത്താൻ. ഇനി കൈക്കുഴിയുടെ ചുറ്റളവൊന്ന് നോക്കാം. കണ്ടല്ലോ, ബാക്ക് പാർട്ട് ഇതുപോലെ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവെന്ന് കിട്ടിയിട്ടുണ്ട്. 21ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി കൈക്കുഴി ഇതുപോലെ വെച്ച് ഈ റൗണ്ടിലൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയത് 9.25ആണ്. 9.5 എടുക്കാം. അപ്പോൾ ഇതേ കറക്റ്റ് അളവ് നമുക്ക് ഒരു ബ്ലൗസിൽ നിന്നും നോക്കിയതിന് ശേഷം ക്ലോത്തിൽ കട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോവാം. അതിനുവേണ്ടി ക്ലോത്ത് 2 ഫോൾഡറായി മടക്കി വെക്കുക. ഈ ഒരു ക്ലോത്തിൻ്റെ വീതി
മടക്കിയതിന് ശേഷം അതിൻ്റെ ലെങ്ത്ത് നോക്കുക. അപ്പം നമുക്ക് നമ്മുടെ അളവിൽ ലെങ്ത്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം എനിക്കിവിടെ ഈ ഒരു ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. 15 നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത്. അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്ത് 17 ഈ ഒരു വീതി മടക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ലെങ്ത്തായി എടുക്കാം. ഞാനിവിടെ എടുത്തത് 15 അല്ലേ, അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്ത് 17 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അതിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്ലോത്ത് വീതിക്കാണ് ഞാൻ ലെങ്ത്ത് എടുക്കുന്നത്. ഇനി ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിക്ക് വേണം മടക്കാൻ. അപ്പോൾ നമ്മൾ അളവുകളൊക്കെ മാർക്ക് ചെയ്യുന്നത് ചീത്തവശത്തായിരിക്കണം. അതിനു വേണ്ടിയാണ് ഇതുപോലെ ചീത്തവശം മുകളിലേക്ക് ആക്കി മടക്കുന്നത്. എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് അളവ് 21 അല്ലേ, അപ്പോൾ അതിൻ്റെ 10.5 ഉണ്ട്. 10.5ക്ക് 2.5 ഇഞ്ച് ആഡ് ചെയ്ത് ആ ഒരു വീതിക്ക് വേണം ഇതുപോലെ 2 ഫോൾഡറായി മടക്കാൻ. എന്നിട്ട് ക്ലോത്ത് നല്ല രീതിയിൽ ക്രമത്തിൽ മടക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് മടക്കുക. അപ്പോൾ 4 ഫോൾഡറായിട്ട് വേണം മടക്കാൻ. നല്ല ഇതുപോലെ 4 ഫോൾഡറായി മടക്കി വെക്കുക. എന്നിട്ട് മുകളിൽ നിന്നും ലെങ്ത്ത് അടയാളപ്പെടുത്തുക. അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു വീഡിയോ ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലെങ്ത്ത് 15, അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്ത് ഇതുപോലെ അടയാളപ്പെടുത്തുക. ഈ ഒരു എഡ്ജ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുവേണ്ടി 17 അടയാളപ്പെടുത്തിയ ഭാഗത്ത് സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. ഇനി അടുത്തതായി ഷോൾഡർ അടയാളപ്പെടുത്താം. അപ്പം നമ്മുടെ അളവ് 12 അതിലേക്ക് 1/2 ഇഞ്ച് ആഡ് ചെയ്ത് 12.5 നമുക്ക് ഷോൾഡർ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പകുതി 6.25 അടയാളപ്പെടുത്തുക. ആം ഹോളും അതേപോലെ 6.25 6.5 അടയാളപ്പെടുത്തുക. ഇനി ആം ഹോളിൻ്റെ മൂലയിൽ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി അധികം കുഴിക്കാതെ കർവ് വരയ്ക്കുക. അപ്പോൾ ഇത് നമുക്ക് ബാക്കിലുള്ള ആം ഹോളാണ്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കുഴിച്ച് വെട്ടാനുണ്ട്. ഇനി ഫ്രണ്ട് നെക്ക് കുഴിച്ച് വെട്ടണം. അതിന് വേണ്ടി 4.5 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ അടയാളപ്പെടുത്തി കുഴിച്ച് വരയ്ക്കുക. നെക്കിൻ്റെ വിഡ്ത്ത് 3 അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് അടയാളപ്പെടുത്താം. അതുപോലെ ഫ്രണ്ട് നെക്ക് 6 ഇഞ്ച്, അപ്പോൾ അതിലേക്ക് 1/2 ഇഞ്ച് ആഡ് ചെയ്ത് 6.5 അടയാളപ്പെടുത്തുക. ഇനി ബാക്ക് നെക്ക് 7 അടയാളപ്പെടുത്തി 2 നെക്കിനും കർവ് വരയ്ക്കുക. അപ്പോൾ നമ്മുടെ നെക്ക് മുകളിലുള്ളത് ഫ്രണ്ട് നെക്കും താഴെയുള്ളത് ബാക്ക് നെക്കുമാണ്. ഇനി അടുത്തതായി പോയിൻ്റ് അടയാളപ്പെടുത്താം. അപ്പോൾ നമ്മൾ ബ്ലൗസിൽ അളവെടുത്തത് 9 അതിലേക്ക് 1/2 ഇഞ്ച് ആഡ് ചെയ്ത് 9.5 അടയാളപ്പെടുത്താം. അതുപോലെ വിഡ്ത്ത് 4 അടയാളപ്പെടുത്തുക. 4 വരുന്ന ആ ഒരു ഭാഗത്താണ് പോയിൻ്റ് അടയാളപ്പെടുത്തേണ്ടത് 9.5-ൽ. ഇനി അതുപോലെ ആ പോയിന്റിൽ നിന്നും 1.5 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് ടക്ക് മാർക്കിനുള്ള ലൈൻ കൊടുക്കുക. പോയിന്റിൽ നിന്നും 1.5 ഇഞ്ച് അകലത്തിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ ടക്ക് മാർക്കിന് വേണ്ടി അടയാളപ്പെടുത്തുക.
ഇനി താഴെ ടെക്ക് മാർക്കിൻ്റെ അവിടെ നിന്നും 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് വിഡ്ത്തിൽ ഇതുപോലെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഓരോ ഭാഗത്തേക്ക് ഓരോ ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് കോൺ ഷേപ്പ് വരയ്ക്കുക. അടുത്തതായിട്ട് ചെസ്റ്റ് അടയാളപ്പെടുത്താം. അപ്പോൾ 10.5 അടയാളപ്പെടുത്തിയതിന് ശേഷം 2.5 ഇഞ്ച് ആഡ് ചെയ്യുക. അടുത്തത് വേസ്റ്റ് 16.5, അതിൻ്റെ പകുതി 8.25, അതിലേക്ക് 2.5 ഇഞ്ച് ആഡ് ചെയ്ത് അടയാളപ്പെടുത്തുക. ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കട്ടിങ് ആണ് ഇനി അടയാളപ്പെടുത്തുന്നത്. നമ്മൾ ബ്ലൗസിൽ ഈ ഒരു ഭാഗത്ത് 2.5 കിട്ടിയിരുന്നത്. അപ്പം 1 ഇഞ്ച് ആഡ് ചെയ്ത് 3.5 അടയാളപ്പെടുത്തുക. അതുപോലെ ഈ ഒരു ഭാഗത്ത് 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതുപോലെ വരയ്ക്കുക. കണ്ടില്ലേ, നമ്മുടെ ടെക്ക് മാർക്കിൻ്റെ അവിടെ ഈ ഒരു വരയിൽ വേണം നമുക്ക് അടയാളപ്പെടുത്താം. ആദ്യം നമ്മൾ വരച്ചത് മായ്ക്കുക. ഇവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയതുപോലെ അടയാളപ്പെടുത്തി വരച്ചെടുക്കുക. ഇവിടെയാണ് ഇനി സ്റ്റിച്ച് ചെയ്യേണ്ടത്. കണ്ടല്ലോ, അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ അടയാളപ്പെടുത്തി. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്യാം. അപ്പം മുകളിലുള്ള നെക്കാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത്. കണ്ടല്ലോ, ഇതുപോലെ കട്ട് ചെയ്ത് ആം ഹോൾ കട്ട് ചെയ്ത് കട്ടിങ്ങൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം നമ്മൾ വരച്ച ആ ഒരു കൈക്കുഴിയാണ് കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ടിലെ കൈക്കുഴി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. അതുപോലെ നെക്കും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാനുള്ളതാണ്. ഇനി കട്ടിങ് കട്ട് ചെയ്യാം. ഇനി ബാക്ക് നെക്ക് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടിലാണ് ബാക്ക് നെക്ക് അടയാളപ്പെടുത്തിയിരുന്നത്. അത് ബാക്ക് പാർട്ടിലേക്ക് അതേ അളവിൽ അടയാളപ്പെടുത്തുക. 3 ഇഞ്ച് അകലവും ലെങ്ത്ത് 7 ഇഞ്ച്. ഇത് ഫ്രണ്ട് പാർട്ടിൽ അടയാളപ്പെടുത്തിയ അതേപോലെ തന്നെ ബാക്ക് പാർട്ടിൽ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇനി ബാക്ക് പാർട്ടിൽ ടെക്ക് മാർക്ക് അടയാളപ്പെടുത്താം. ഇതുപോലെ 4 ഇഞ്ച് വിഡ്ത്തിൽ 7 ഇഞ്ച് ലെങ്ത്തിലും അടയാളപ്പെടുത്തി 2 ഭാഗത്തും ഇതുപോലെ നോച്ചിട്ട് അടയാളപ്പെടുത്തുക. നമ്മൾ ടെക്ക് മാർക്കുള്ള എല്ലാ ഭാഗത്തും അതുപോലെ നോച്ചിട്ട് അടയാളപ്പെടുത്തിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ടെക്ക് മാർക്ക് ചെയ്യാൻ കഴിയും. ഇനി സെപ്പറേറ്റ് ആയിട്ട് ഫ്രണ്ട് പാർട്ടിലുള്ള ആം ഹോൾ കട്ട് ചെയ്യാം. അതിന് മുൻപേ ഇതുപോലെ പ്രസ് ചെയ്യുക. അടുത്ത സൈഡിലേക്കും ആ ടെക്ക് മാർക്ക് പകർത്താൻ വേണ്ടി ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. കണ്ടല്ലോ, അടുത്ത ഭാഗത്തേക്കും ഇതുപോലെ അതിൻ്റെ അടയാളം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് കട്ടിയിൽ വരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഫോളോ അപ്പ് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് സ്വന്തമായൊരു ബ്ലൗസൊക്കെ ഒന്ന് ഇട്ട് നോക്കുക. ഇനി ഹുക്സ് വെക്കാനുള്ള ഭാഗം ഇതുപോലെ ക്രമത്തിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ മിഡിൽ കട്ട് ചെയ്യുക. കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഹുക്ക് വെക്കാനുള്ള ഭാഗം കട്ട് ചെയ്തു. ഇനി നമുക്ക് കട്ടിങ്ങൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ബാൻഡ് വെക്കാനുണ്ട്. 1.5 പീസും 2.5 പീസും വെക്കാനുണ്ട്.
ഇനി അടുത്തതായിട്ട് സ്ലീവ് കട്ട് ചെയ്യാം. അതിനുവേണ്ടി ക്ലോത്ത് 4 ഫോൾഡറായി മടക്കി വെക്കുക. എന്നിട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് 8, അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്ത് 10 അടയാളപ്പെടുത്തുക. ലെങ്ത്ത് 10, അതുപോലെ ആം ഹോൾ 7 അടയാളപ്പെടുത്തി അതിലേക്ക് 2 ഇഞ്ച് ആഡ് ചെയ്യുക. അതുപോലെ കർവിന് വേണ്ടി 3 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതുപോലെ ഷേപ്പ് ചെയ്യുക. താഴെ 6 ഇഞ്ച് അടയാളപ്പെടുത്തി അതിലേക്ക് 1.5 ഇഞ്ച്. അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ സ്ലീവ് അളവെടുത്തപ്പോൾ ഇതുപോലെ കൈക്കൂടെ ഭാഗത്ത് നിന്ന് നേരെ അടയാളപ്പെടുത്തിയിരുന്നു. അതുപോലെ ഈ ഒരു കർവ് വരച്ചതിന് ശേഷം അടയാളപ്പെടുത്തുക. സ്ലീവിൻ്റെ ബോട്ടം ഭാഗത്ത് 6 ഇഞ്ച് അടയാളപ്പെടുത്തി 1.5 ഇഞ്ച് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ വരയ്ക്കുക. കണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് നമുക്ക് പീസ് വെച്ച് കൊടുക്കാനുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്ത് കുഴിച്ച് വെട്ടാനുണ്ട്. അപ്പോൾ ഇതുപോലെ മിഡിൽ നോച്ചിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൽ കുഴിച്ച് വെട്ടാനുള്ള അളവ് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്ന് ഇതുപോലെ ഒരു കർവ് വരയ്ക്കുക. കുഴിച്ച് കട്ട് ചെയ്യാം. കണ്ടില്ല, ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ 2 പീസ് മാത്രം എടുത്ത് കട്ട് ചെയ്യുക. ഫ്രണ്ട് പാർട്ടിൽ മാത്രം ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്തത് അവിടെ നോച്ചിട്ട് അടയാളപ്പെടുത്തുക. അപ്പോൾ നമ്മൾ സ്ലീവ് നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ടാണ് ഫ്രണ്ട് പാർട്ടിൽ ഇതുപോലെ കുഴിച്ച് വെട്ടേണ്ടത്. ഇനി ഫ്രണ്ട് പാർട്ട് ഇതുപോലെ കറക്റ്റാക്കി വെച്ച് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ ഈ ടെക്ക് മാർക്ക് ഇട്ട ഭാഗത്തൊക്കെ ഇതുപോലെ നോച്ചിട്ട് അടയാളപ്പെടുത്തുക. എന്നാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ഈസിയായി ചെയ്യാൻ കഴിയും. ഇനി ഒരു പീസ് കട്ടിങ്ങും കൂടി കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്ത കട്ട് പീസ് വെച്ചിട്ട് ആ ഒരു കട്ടിങ് പീസ് വെച്ചിട്ട് അതേ അളവിൽ വേറൊരു കട്ടിങ് പീസ് കട്ട് ചെയ്യാം. ഇനി ഫ്രണ്ട് പാർട്ടിൽ ഹുക്ക് വെക്കാനുള്ള ഭാഗം ബാൻഡ് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഹുക്ക് വെക്കാനുള്ള ഭാഗം അളന്ന് നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ ഒരു പീസ് എടുത്ത് കട്ട് ചെയ്തെടുക്കുക. 1.5 പീസും 2.5 പീസുമാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ ഹുക്ക് വെക്കാനുള്ള ഭാഗം 1.5 പീസും 2.5 പീസും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ക്രോസ് പീസ് കട്ട് ചെയ്യാനുണ്ട്. ക്രോസ് പീസ് 1.5 വിട്ടെടുത്ത് 2-3 പീസ് കട്ട് ചെയ്തെടുക്കുക. ക്ലോത്തിൻ്റെ നേരെയുള്ള ഭാഗമല്ല, കണ്ടല്ലോ, ഇതുപോലെ ഒരു വലിവ് വരുന്ന ഭാഗത്തേക്ക് ഇതുപോലെ ചെരിച്ച് വേണം ക്രോസ് പീസ് കട്ട് ചെയ്യാൻ. 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി 2-3 പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ഒരിക്കൽ കൂടി പറയാനുള്ളത്, സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, കമൻറ്റ് ഒന്നും മറക്കേണ്ട.
ഓക്കെ, ഇൻഷാ അല്ലാ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.